ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോസൊക്കെ കാണലുണ്ട്, ലൈക്ക് തരലുണ്ട്, കമൻറ്റ് ഇടാൻ മറക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, കമൻറ്റ് അധികം ഇടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ വീഡിയോ കാണലുണ്ട്, വീഡിയോ കാണുന്നത് ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഗീവ് അവേ വിന്നറൊക്കെ പറഞ്ഞല്ലോ, ആരിഫ അമീൻ അവർ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ നമ്മളെ ബാവുക്കാക്കുൻ്റെ നമ്പർ കൊടുത്തേനി കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അവർ വിളിച്ച് എൻ്റെ നമ്പറൊക്കെ ബാവുക്കാക്ക് കൊടുത്തു. പിന്നെ ഒരേറ്റ് സംസാരിച്ചപ്പോൾ നമ്മൾ നേരിൽ കണ്ട പോലെ തോന്നിട്ടോ, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. ഗിഫ്റ്റ് അവർക്ക് കിട്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അവരോട് ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ അടുത്ത വിന്നർ ആരാന്ന് അറിയില്ല. അപ്പോൾ അടുത്ത മാസം നമുക്ക് ഇതേപോലെ ഇനി ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇൻഡസ് വാലിത്തെ പ്രൊഡക്റ്റുകളുണ്ടല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ മാസവും നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരലുണ്ട്. നിങ്ങൾ കാണില്ല, ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങൾ ഒരുപാട് വീട്ടമ്മമാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അയച്ചു തരുമോ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കലുണ്ട് എന്നോട്. അപ്പം ഇൻഡസ് വാലിത്തെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ കാണിക്കൂട്ടോ 100 കമൻറ്റ് ആകുമ്പോൾ. അപ്പോൾ 100 കമൻറ്റ് ചെയ്ത് എത്ര ആളുണ്ടോ അതൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഒന്നിലധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നറുക്കിട്ടിട്ട് വിന്നറെ തിരഞ്ഞെടുക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഇപ്രാവശ്യം 2 ആളല്ല ഉണ്ടായിരുന്നത്. ഞാൻ 2 ആൾക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മറ്റേ ആൾ അഡ്രസ്സും കാര്യങ്ങളൊന്നും അയച്ചു തന്നിട്ടൊന്നുമില്ല കേട്ടോ. ഓരോ അഡ്രസ്സ് അയച്ചു തരികയാണെങ്കിൽ ഓർക്കും ഗിഫ്റ്റൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ ഇതാ ഞാൻ ഇന്നിപ്പോൾ രാവിലെ കിച്ചണിൽ വന്ന് നമുക്ക് പിന്നെ പാലുണ്ടതിന് ഇന്നലെ ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചത് കേട്ടോ, വൈകുന്നേരം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാൻ കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാ ഉണ്ടാക്കണ അപ്പം ഉണ്ടല്ലോ, ചീയപ്പം, അതാണ് കേട്ടോ. ഈ ഒരു അപ്പം ഇതിലേക്ക് ചട്നി ചിഞ്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിഞ്ചുമോൾ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു അപ്പമാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഓൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനത്തെ അപ്പമൊന്നും കിട്ടില്ല. രാവിലെ ദോശയോ അല്ലെങ്കിൽ ഇഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇക്കാരം. അപ്പോൾ എപ്പോഴും അതന്നെ ആകുമ്പോൾ കുട്ടികൾക്കൊരു മടുപ്പല്ലേ ഇക്കാരം. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇതേപോലുള്ളതൊക്കെ എന്നോട് ഉണ്ടാക്കി തരാൻ പറയും. അപ്പോൾ അങ്ങനെ അന്ന് ഓൾക്ക് ഇഷ്ടപ്പെട്ട അപ്പം ചട്നിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മളെ മലപ്പുറംകാരെ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയലേ. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ മിക്ക വീടുകളിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അധികം തന്നെ ഇക്കാരം. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്, ദോശയല്ല അപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചട്നി ഉണ്ടാക്കാൻ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ചട്നി ഉണ്ടാക്കണമെന്ന് കാണിക്കുമെന്ന് ചോദിച്ചിനി ഇന്നലെ മിഞ്ഞാന്നിട്ട് ഞാൻ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചപ്പോൾ. അപ്പോൾ ഞാൻ തേങ്ങയും ചിരകി എടുക്കും, അതിക്ക് ഒരു 2-3 ചെറിയ ഉള്ളി, അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കും. പിന്നെ ഒരു ബൗൾക്ക് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെലും അതേപോലെ തന്നെ ആ എണ്ണയ്ക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വറവിട്ടിട്ട് അതിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. ഇതാണ് കേട്ടോ എൻ്റെ ചട്നി. നമ്മളിങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ട് അതിക്ക് വറവിട്ടെടുക്കുമ്പോൾ ആ ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ ചട്നിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തേങ്ങ തിളപ്പിച്ചെടുക്കണക്കാട്ടിലും ടേസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കുമ്പോഴാണ്. ഇനി ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ, ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാർ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിന് അലക്കാൻ, കുറച്ച് അധികം തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പം അലക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ ചോരാൻ വേണ്ടി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിന്. അപ്പോൾ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് തോരയിടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ അതൊക്കെ അടിച്ചു വാരി പിന്നെ തുടക്കാൻ ചിഞ്ചുമോള് തുടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അത് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചത്. അപ്പം ചിഞ്ചുമോള് കണ്ടപ്പോൾ പറഞ്ഞ് അവിയൽ വേണ്ട, സാമ്പാർ മതിയായിരുന്നു. പിന്നെ എൻ്റെ വള കണ്ടിട്ട് കുറേ കൂട്ടുകാർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ട് കേട്ടോ, അത് കുപ്പി വളയാണോ എന്ത് വളയാണോ എന്നൊക്കെ. കുപ്പി വളയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിന്, ഒരു 12 വളയൊക്കെ ഉണ്ടായിന് ഞാൻ വാങ്ങിയപ്പോൾ. എൻ്റെ കൈമെന്ന് അങ്ങനെ വള പൊട്ടി പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അനിയത്തി വന്നപ്പോൾ ഓള് വള കണ്ടപ്പോൾ എനിക്കും വാങ്ങിക്കൂടെ ഇനിയോ വന്നു. അപ്പോൾ പിന്നെ 4 കൂരി കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ചിഞ്ചുവിന് സാമ്പാർ മതി വന്നപ്പോൾ സാമ്പാർ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. പരിപ്പ് കുറച്ചുള്ളതിന് ഉള്ള പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ അത് സാമ്പാർക്ക് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ മീൻകാരൻ വന്ന് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്, അതും നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. പിന്നെ ആ പരിപ്പിക്ക് ഈ
പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ സാമ്പാറാക്കാം, ചിഞ്ചുവിൻ്റെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ വിചാരിച്ച്. പിന്നെ അതിക്ക് സാമ്പാർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, നമ്മളെ കറിക്കൂട്ടിൻ്റെ സാമ്പാർ പൊടി. പിന്നെ ഞാൻ വീഡിയോയിൽ പറയണമെന്ന് വിചാരിക്കും, നമ്മളെ വീഡിയോയിൽ ഈ ഒരു കറിക്കൂട്ടിൻ്റെ സാമ്പാർ പൊടിയും അതേപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളവിടെ അടുത്തുള്ളതാണ്, ചുള്ളിയോടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പിന്നെ സാധനം എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എത്തിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിനി, ഞാനൊരു നമ്പർ സേവ് ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ കുറേ തപ്പി നോക്കി, പിന്നെ കുറേ കോളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതുകൊണ്ട് നമ്പർ ഏതാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇനി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കോണ്ടി. പേര് ഹഫ്സത്ത് എന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ, പറഞ്ഞതിൻ്റെ ഓർമ്മ. ചുള്ളിയോടുള്ളതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുകയാണെങ്കിൽ വിളിക്കോണ്ടിട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ പിന്നെ കുക്കർക്ക് ഇട്ട് കൊടുത്തേക്ക് കറിക്കൂട്ടിൻ്റെ സാമ്പാർ പൗഡർ ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്തിക്കണം കേട്ടോ. കായം പിന്നെ പുളിവെള്ളം അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തു. അങ്ങനെ പുളിവെള്ളം ഒപ്പം ചേർത്ത് ഒരു വിസിലടുപ്പിച്ചിട്ട് പച്ചക്കറികളൊക്കെ വേവിച്ചെടുത്ത്, പിന്നെ ആ വിസിൽ കളഞ്ഞാണ്ട് തുറന്ന് നോക്കിയിട്ട് വെണ്ടക്ക വാട്ടിയത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാർ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇന്ന് പരിപ്പില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, പരിപ്പ് കുറവായതുകൊണ്ടാണ് സാമ്പാർ ഒരു കാണാനൊരു ഭംഗിയില്ല, ഒരു കുറുകലൊന്നുമില്ല. അപ്പോൾ അതിനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പരിപ്പില്ലാതെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല കുറുകിയ സാമ്പാർ കിട്ടാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും അതേപോലെ തന്നെ ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയൊരു വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെ കഴുകിയിട്ട് ഒന്ന് കുത്തിയിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തു. സാമ്പാർ തൂമിക്കുമ്പം കുറച്ച് നല്ല ജീരകം ചേർക്കണം, നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ കാന്താരിമുളകും ചേർത്ത് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. ഇനിയാണ് കേട്ടോ നമ്മൾ സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നത്. അപ്പോൾ സാമ്പാർ നല്ലോണം കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു പൊടി ചേർത്ത് കൊടുത്തത്. ഇത് കടലപ്പൊടിയാണ്. കടലപ്പൊടി ഒരു ചെറിയൊരു കയ്യിൽ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ എണ്ണയ്ക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ, ആ കടലപ്പൊടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിപ്പൊക്കെ കുറവാകുമ്പോൾ ഇനിയിപ്പോൾ പരിപ്പ് തീരെ ഇല്ലെങ്കിലും ഇതേപോലെ പച്ചക്കറികളൊക്കെ വേവിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതേപോലെ കടലപ്പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സാമ്പാർ നല്ല കുറുകിയ സാമ്പാറായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ കുറുകി വരില്ല, കുറച്ച് കഴിയുമ്പോഴത്തേന് ആ ഒരു ചൂടിൽ കടന്നിട്ട് നല്ലോണം കുറുകി നല്ല ഉഷാറായിട്ടുണ്ടാവും. പിന്നെ ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള സാമ്പാർ തന്നെ ആയിക്കാരം. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ എപ്പോഴും നമുക്ക് എല്ലാ സാധനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചത് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. എപ്പോഴും നമുക്ക് കടയിൽ പോകാനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ മക്കളൊന്നുമില്ല, ഒക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പരിപ്പൊന്നും കൊണ്ടുവരാൻ ആരും ഇല്ലേനി. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ കുഴപ്പമൊന്നുമില്ലേനി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടേനി. ചിഞ്ചുമോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി. പിന്നെ അതേപോലെ നമുക്ക് മീനൊക്കെ ഉണ്ടേനല്ലോ ഉപ്പുമുളകും തേച്ച് വെച്ചത്, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യണതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടിയപ്പോൾ ചിഞ്ചുമോൾ വരുന്നുണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓളെന്നെ ഒന്ന് ചോറ് വിളമ്പിയിട്ടുണ്ട്. ഓൾ ഇത്ര ചോറൊന്നും വിളമ്പലില്ല കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടതാകുമ്പോൾ കുട്ടികൾ അങ്ങനെയാണല്ലോ. നമ്മൾ വീട്ടിൽ ആകുമ്പോൾ നമ്മൾ വീട്ടമ്മമാർ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കും. ഹോസ്റ്റലിലാവുമ്പോൾ പിന്നെ അങ്ങനെയല്ലല്ലോ, അവിടുന്ന് കിട്ടണതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. മീനൊന്നും അവിടെ ഇല്ലേനി കേട്ടോ. ഇപ്പം പിന്നെ ഓരൊക്കെ അങ്ങനെ പറഞ്ഞിപ്പോൾ മീനൊക്കെ കിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. മീനും ബീഫുമാണ് തീരെ കിട്ടാത്തത്, രണ്ടും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുത്ത് ചോറൊക്കെ ഓൾ കഴിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും ചോറൊക്കെ കഴിച്ചു. പിന്നെ കുട്ടികൾ സ്കൂളിൽ വന്നിക്കണം കേട്ടോ. അപ്പം ഒറ്റ ചായക്ക് കടിയൊന്നുമില്ല കൊടുക്കാൻ. അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് കുറച്ച് അവിലുണ്ടേനി ഇവിടെ. അപ്പോൾ ഞാൻ അവിലുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ ഒരു പാനൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവിലൊന്ന് ഇതിലിട്ടിട്ട് വറുത്തെടുക്കാം. നമുക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കണ്ണിൽ കാണും. നമ്മൾ കുക്കിംഗ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എത്ര സാധനങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, എന്തുണ്ടാക്കാൻ നമ്മളെ മനസ്സിൽ വരില്ല, അല്ലെങ്കിൽ അതുണ്ടാക്കാം അങ്ങനെ വരില്ല. നേരെ മറിച്ച് കുക്കിംഗ് ഇഷ്ടമല്ല ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വരും. എനിക്കങ്ങനെയാണ് കേട്ടോ. ചില ടൈമിലുണ്ട് എനിക്കൊരു മടി വരാൻ. അങ്ങനത്തെ മടി വരുന്ന സമയത്ത് പിന്നെ ഒന്നും എൻ്റെ കണ്ണിൽ കാണൂല. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളൊരു മൂടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അവിലൊക്കെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അവിലൊക്കെ ഇപ്പം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ള അവിലുണ്ടല്ലോ, അതാണെങ്കിൽ ഇതിലേറെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ ഇക്കാരം. അപ്പോൾ ഞാൻ
നമ്മൾക്കില്ലതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സാധാ അവിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വറുത്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പാനിക്ക് തന്നെ കുറച്ച് ശർക്കര പൊടിച്ചിട്ട് ഒരു 2-3 അച്ച് ശർക്കര ചെറുതാക്കി ഇങ്ങനെ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ശർക്കര ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നല്ലോണം പൊടിയും കല്ലും ഒക്കെ ഉണ്ടാവും, നമ്മൾ കാണൂല. അപ്പം അരിച്ചിട്ടാകുമ്പോൾ ഇതാ ഇപ്പോൾ ഈ ചട്ടി തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ചട്ടി കഴുകി പിന്നെ വീണ്ടും അതന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയിട്ട് ഈ ഒരു പാനിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ശർക്കര ഞാനിതാ പിന്നെ അരിച്ചിട്ടായിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ ചിരകി വെച്ച് കഴിഞ്ഞാലോ ആ ഒരു തേങ്ങ ചിരകിയതും അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതോ അല്ലെങ്കിൽ പിന്നെ ഏലക്കായും നല്ല ജീരകവും കൂട്ടി പൊടിച്ചതോ അല്ലെങ്കിൽ ചുക്ക് പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏലക്കായ പൊടിച്ചതൊന്നും ഇല്ല, ഇനി അതുകൊണ്ട് തന്നെ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ആവിലുണ്ടല്ലോ അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് അതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയില്ല. അപ്പം നമ്മൾ അവിൽ വിളയിച്ചതാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാവും. എപ്പോഴും നമ്മൾ എണ്ണക്കടി കുട്ടികൾക്ക് കൊടുക്കണ കാട്ടിൽ നല്ലത് ഇതേപോലെ പിന്നെ ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കി കൊടുക്കണതാണല്ലേ. ഇലയുടെ അല്ലെങ്കിൽ ഇതേപോലെ അവിലൊക്കെ വിളയിച്ചതൊക്കെ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാട്ടോ ഒന്ന് ഇത് ഉണ്ടാക്കാമെന്ന്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണേനും ശർക്കരയൊക്കെ ആകുമ്പോൾ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ ഇത് അതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട. ഇത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരണം കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാവാതെ നിൽക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ തന്നെ മതി. കുട്ടികൾക്ക് ഉണ്ടല്ലോ അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുക, അങ്ങനെ ആകുമ്പോൾ ഒരിക്കലെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതാ ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പൊട്ടുകടലുണ്ടല്ലോ, പൊട്ടുകടല ഈ നെയ്യിലിട്ട് വറുത്തിട്ട് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതെന്താ വറുത്തെടുത്തപ്പോൾ എനിക്കൊരു ഇത് തോന്നിയില്ല, നല്ല കട്ടി കേട്ടോ. നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കട്ടി. അപ്പോൾ പിന്നെ ഞാൻ അത് ചേർത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇതേപോലെ വറുത്തുകൊണ്ട് വേറൊരു ബൗൾക്ക് മാറ്റി വെച്ച് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുത്തു. എള്ളും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം കുറച്ച് എള്ള് ആ ചൂടുള്ള നെയ്യൊക്കെ ചേർത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ആ അവിൽ വിളയിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കണമല്ലോ അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചട്ടി സ്റ്റൗമ്മ നിൽക്കില്ല കേട്ടോ, നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ പൊന്തിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞേ പോവുള്ളൂ. അപ്പോൾ ഇതാ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യും എള്ളൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പൊട്ടുകടല ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അത് കടിച്ചിട്ട് പൊട്ടണില്ല, ഭയങ്കര ഉറപ്പ്. അപ്പോൾ അതുകൊണ്ടത് ചേർത്തില്ല. അപ്പോൾ ഇന്നത്തെ 4 മണി പലഹാരം അവിൽ വിളയിച്ചതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യലുണ്ട്. അത് റെസിപ്പീസ് മാത്രമേ ചെയ്യലുള്ളൂ കേട്ടോ. ചിലപ്പം നമ്മൾ ഈ യൂട്യൂബിലിടുന്ന വ്ളോഗ് ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീൽസ് ആയിട്ട് ഇടും. അപ്പോൾ എന്തായാലും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.